ഹായ്, എല്ലാവർക്കും പുതുവത്സരാശംസകൾ. ഈ വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ മാത്രം വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ഇല്ല. അതെ അതെ, ഞങ്ങൾ പുതുവത്സരാശംസകൾ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ചെറിയൊരു ആഘോഷം ഇന്നലെ ആഘോഷിക്കാന്നൊക്കെ വിചാരിച്ചു. കേക്ക് വാങ്ങിച്ചു, ഞങ്ങളൊരു 12 മണിയാകുമ്പോ മുറിച്ചു. വീട്ടില് ഒരാഴ്ചയായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അതെ അതെ, ഒരാഴ്ചയായിട്ട് വെക്കേഷൻ അല്ലേ. അപ്പം അനിയത്തിയുടെ കുട്ടികള്, അമ്മ, പിന്നെ മേമയുടെ മോള്, കുട്ടികള് എല്ലാവരും ഉണ്ടായിരുന്നു. നല്ലൊരു ബഹളായിരുന്നു, നല്ലൊരു രസമായിരുന്നു കേട്ടോ ശരിക്കും. അതെ, ഇന്നലെ ഓരോരുത്തരായിട്ട് 2 ദിവസം മുന്നേ മേമയുടെ മോള് പോയി, അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഇന്നലെ അമ്മയും അനിയത്തിയും കുട്ടികളും പോയി. അവര് ഇന്ന് രാവിലെ പോവുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അനിയത്തിക്ക് സ്കൂളിൽ ജോലി ഉണ്ട്, അപ്പം പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ട് ഇന്നലെ തന്നെ പോയി. പിന്നെ കുഞ്ഞു കുട്ടികളായ കാരണം കൊണ്ട് ബസ്സിലാണ് പോണവര്. അപ്പൊ പിന്നെ രാവിലെ നേരത്തെ ഒക്കെ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാ. പിന്നെ അവിടെ നിന്ന സ്കൂള് അതെടുക്കരുത്. അപ്പൊ ഞങ്ങള് എന്താ വേണ്ടിട്ട് പറഞ്ഞു വന്നെന്താ, അയ്യോ മറന്നു. അപ്പൊ അനിയത്തി ഇന്നലെ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേനും അവര് ഇറങ്ങി. അപ്പൊ ഞങ്ങള് ഇന്നലെ അവര് പൂലാന്ന് വിചാരിച്ച് മീനും കൊള്ളിയും ഒക്കെ ഉണ്ടാക്കാന്ന്, വൈകുന്നേരം ഫുഡ് അതാക്കാന്നൊക്കെ വിചാരിച്ചു. അതൊക്കെ വാങ്ങി അമ്മയൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം ചെയ്ത് തന്ന് കേക്കൊക്കെ ഓർഡർ ചെയ്തു, അതൊക്കെ ചെയ്തു. പിന്നെ അപ്പോഴത്തേനാണ് 3 മണിയാകുമ്പോഴത്തേനും വേഗം എന്തായാലും ഇന്ന് പോണം എന്ന് പറഞ്ഞിട്ട് അവള് പറഞ്ഞു. പിന്നെ അവള് പോയി. ആകെ ഞങ്ങൾക്കൊരു സുഖല്ലേ ശരിക്കും. എല്ലാവരും ഒരാഴ്ചയുള്ള അതെ അതെ, ഒരാഴ്ച എല്ലാവരും കൂടി തമാശ പറഞ്ഞിട്ടും ഇപ്പൊ കുക്കിംഗ് ആണെങ്കിലും എല്ലാവരും ഞങ്ങള് 4 പേരും കൂടെ നിന്ന് വർത്താനം പറഞ്ഞിട്ടൊക്കെ ചെയ്തിട്ടേ പെട്ടെന്ന് എല്ലാവരും കൂടെ പോയപ്പോ ആകെ വിഷമായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ പിന്നെ ഞങ്ങൾ ഇന്നലേക്ക് ആകെ ഒരു മൂഡ് ഓഫ് ആയിരുന്നു. എന്നിട്ട് ഞാൻ കൊള്ളിയൊക്കെ ഉണ്ടാക്കിട്ടാ, കൊള്ളിയും ചാളക്കറിയും അല്ലെ. ഇന്ന് രാവിലെ ഞങ്ങള് വെള്ളച്ചോറും നല്ല ചാളക്കറിയും കൊള്ളിയും പറയൂട്ടാ. 1-ാം തീയതി ആയിട്ട് തലേദിവസത്തെ ഭക്ഷണം ഞങ്ങൾ കഴിച്ചത്. അതെ, നല്ല അടിപൊളി ഫുഡായിരുന്നു. അപ്പൊ കുട്ടികൾക്ക് ഇപ്പൊ സ്കൂൾ തുറന്നിട്ടില്ല. അവർക്ക് ഇനിയിപ്പോ 4-ാം തീയതി തുറക്കുള്ളൂ. 4-ാം തീയതി തുറക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷയാണ്. അതിന്റെ പഠിക്കുക ആ ഒരു ഇതിലായിട്ടാണ് നിക്കണത്. ഇത്ര ദിവസം അവരൊക്കെ ഉള്ള കാരണം കൊണ്ട് കളിയും ചിരിയും അങ്ങനെയൊക്കെ ആയിട്ട് പോയി. ഇനിയിപ്പോ ഒരു 4 ദിവസം കൂടി ഉണ്ടല്ലോ, അപ്പൊ ഇന്ന് പഠിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട്. അല്ല, മുന്നേ ഉണ്ടായിരുന്നു ഇവർക്ക്. മുന്നേ തന്നെ ടൈം ടേബിൾ തന്നു. പക്ഷെ ഇവർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആനുവൽ ഡേ ഉണ്ടായിരുന്നു. അപ്പൊ ആനുവൽ ഡേ ഇവിടെ ഡാൻസിന്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ദിവസങ്ങൾ പോയപ്പോ അത് എക്സാം മാറ്റി വെച്ചു. അപ്പൊ സ്കൂള് തുറന്നിട്ടാണ് എക്സാം. പക്ഷെ അവർക്ക് അതിന്റെ ടെൻഷനൊന്നും ഇല്ല, എനിക്കാണ് ടെൻഷൻ മുഴുവൻ. ഞാനിങ്ങനെ ഈ കമ്മലൊക്കെ ഇട്ട് വന്ന് നിക്കണം എന്ന് വിചാരിക്കണേ. ഞങ്ങള് ചെറിയൊരു റീൽ എടുക്കാനും കൂടി വന്നതാ. അപ്പൊ പിന്നെ അങ്ങനെ വ്ളോഗ് എടുക്കാം എന്ന് വിചാരിച്ചു. അതെ 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 അതെ, ലിപ്സ്റ്റിക് ഒക്കെ കുറച്ച് കട്ടൊക്കെ പിന്നെ കമ്മലൊക്കെ വലുതിട്ട് അങ്ങനെ എടുത്ത് പോവാലോ. ഞങ്ങള് സ്ഥിരം അട്ടത്തോടില്ലേ, ആ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. കുട്ടികൾ അവിടെ കളിക്കണ്ട തോടിന്റെ ഭാഗത്ത് ഇങ്ങനെ കല്ലൊക്കെ എറിഞ്ഞ്. അപ്പോ കൊഴപ്പില്ല, അച്ഛൻ എടുത്തു തരും. അച്ഛൻ കണ്ടു കേട്ടാ, അല്ല മനസ്സിലായി. സാരല്ലേ, അച്ഛൻ എടുത്തു തരും. ചെരുപ്പ് തോടില് പോയി, അതാ അവിടെ എടുക്കാൻ നോക്കുക. ഞങ്ങളിപ്പോ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിട്ട് പൊരി വെയിലത്താട്ടോ നിക്കണത്. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോ ശരിക്കും വെളറി വെളുത്ത പോലെ ഉണ്ടാവും ല്ലേ. അതന്നെ. പിന്നെ വെക്കേഷന്റെ കാര്യം പറഞ്ഞു വരുമ്പോ എന്താ പറയാ, എന്റെ ചെറുപ്പകാലമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഞങ്ങള് ഇതുമാതിരി വെക്കേഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മമ്മയുടെ വീട്ടിൽ പോകും. അമ്മമ്മയ്ക്ക് 10 മക്കളാ. 10 മക്കൾക്കും കൂടിയിട്ട് 10-25 പേരക്കുട്ടികളുണ്ട്. എല്ലാവരും കൂടി, ചെറിയ വീടാണ്, ആ വീട്ടില് ഇത്രയും പേരുണ്ടാവും. നല്ല രസമായിരുന്നു. അയ്യോ എന്താ പറയാ, അന്ന് പറയുമ്പോ വലിയ എന്താ പറയാ
സാധാരണക്കാരാണ്, അധികം സാമ്പത്തികമൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പോ അമ്മമ്മ ആകെ കൂടെ ഉണ്ടാക്കണ കഞ്ഞിയും ഒരു ചമ്മന്തിയാണ്. ഒരു ഉള്ളിയും പിന്നെ മുളകൊക്കെ ചുമന്ന മുളകൊക്കെ ചുട്ടരച്ചിട്ടൊരു ചമ്മന്തി, കഞ്ഞി ചമ്മന്തിയാണ്. ഇന്നും അതിന്റെ ടേസ്റ്റ് എന്റെ നാവിലുണ്ട്. അത്ര ടേസ്റ്റ്. എപ്പോഴും ഞാൻ പറയാറുണ്ട് എന്റെ അടുത്ത്, വെക്കേഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകും, നല്ല രസാ. ഇത്രയും കുട്ടികളല്ലേ കളിക്കാം. അയ്യോ കളിന്ന് വെച്ചാൽ അന്നൊക്കെ എന്ന് പറയുമ്പോ ഇപ്പോഴത്തെ പോലെ ഒരു പേടിയൊന്നുമില്ല. എല്ലാവരും കളിച്ച് ഇപ്പോന്ന് പറയുമ്പോ ഞങ്ങളുടെ കുട്ടികളെ തന്നെ അങ്ങനെ വിടാൻ, അതായത് എവിടെയെങ്കിലും കൊണ്ടു നിർത്താനൊക്കെ ഞങ്ങൾക്കൊരു ഇതുവരെ നിർത്തിയിട്ടില്ല കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ പോലും കൊണ്ട് നിർത്തിയിട്ടില്ല. ഒരു പേടിയാ. പണ്ട് എനിക്ക് പിന്നെയും കുഴപ്പമില്ല, ഉണ്ടായിരുന്നു നല്ല പേടി കേട്ടോ. പക്ഷെ അന്നൊക്കെ എന്ന് പറയുമ്പോ അങ്ങനെയല്ലല്ലോ. കുട്ടികൾ കളിച്ച് അങ്ങനെ അർമാദിച്ച് വളരുക, അതാണല്ലോ. അപ്പൊ ഞങ്ങള് പോയിട്ട് ഇതുമാതിരി നിൽക്കും. അപ്പൊ ഒരു ബാത്റൂം ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ 3 പേര് 4 പേരും കൂടിയിട്ടൊക്കെയാണ് ഒരു ട്രിപ്പിൽ കുളിച്ചിട്ടൊക്കെ വരിക. കുളിച്ച് രാവിലെ നേരത്തെ എനിക്ക് കുളിച്ച് അമ്മമ്മ ജോലിക്ക് വന്ന പണിക്ക് പോവും. അപ്പം കഞ്ഞിയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇതൊക്കെ വലിയ വലിയ കുട്ടികളോട് പറഞ്ഞിട്ട് പോവും. ഇതൊക്കെ നിങ്ങൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ എടുത്തു കൊടുക്കണം കേട്ടോ, എന്നിട്ട് നിങ്ങളും കഴിക്കണം കേട്ടോ, അമ്മമ്മ വരുമ്പോഴേക്കും ഇതൊക്കെ ചെയ്ത് വെക്കിട്ടോ എന്നൊക്കെ പറയും. അപ്പൊ ഞങ്ങൾ അതൊക്കെ ചെയ്യാം അമ്മമ്മ എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ നല്ലൊരു ഇതായിരുന്നു. പിന്നെ ഞങ്ങളുടെ അമ്മമ്മ ഒരു വർഷമായി മരിച്ചിട്ട്. അങ്ങനെ എന്താ പറയാ, പറയുമ്പോ തന്നെ എനിക്ക് ഭയങ്കര സങ്കടമാണ്. എന്താ പറയാ, കൊറേ പേര് ഞങ്ങളെ അമ്മമ്മ അമ്മമ്മക്ക് 7 പെൺമക്കളും 3 ആൺമക്കളുമാണ്. അപ്പൊ ഇവർക്കൊക്കെ പെൺകുട്ടികളുണ്ട്. എന്റെയൊക്കെ പ്രസവം നോക്കാനൊക്കെ എന്റെ അമ്മമ്മ വന്ന് നിന്നിട്ടുണ്ട്. അതൊക്കെ അമ്മമ്മയുടെ കാര്യം പറയുമ്പോ ഇപ്പോഴും എനിക്ക് ഭയങ്കര സങ്കടം വരും. മേമയുടെ മോളൊക്കെ വന്നപ്പോഴും ഇതേപോലെ ഞങ്ങള് എന്താ പറയാ, പണ്ടത്തെ കാര്യങ്ങളെ കുറിച്ച് പറയലും അമ്മമ്മേനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടൊക്കെ എന്താ പറയാ, എപ്പോഴും സംസാരമാണ്. ഞങ്ങൾ കുക്ക് ചെയ്യുമ്പോഴും ഒക്കെ വർത്താനം. പണ്ടത്തെ കാലത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടേ ഞങ്ങള് 4-5 ദിവസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മേമയുടെ മോള്. അപ്പൊ 5 ദിവസം ഞങ്ങൾ ശരിക്കും ഉറങ്ങിയിട്ട് തന്നെ ഇല്ല. ഉറങ്ങാത്ത ഞങ്ങള് വർത്താനം പറഞ്ഞ് ഞങ്ങള് വിചാരിക്കേ 12 മണിയായിട്ടുള്ളൂ, അപ്പൊ ഒരു മണിക്കൂറും കൂടെ സംസാരിക്കാം എന്നിട്ട് ഉറങ്ങാന്ന്. പക്ഷെ സംസാരിച്ച് ഞാൻ ഒരു ദിവസം 5 മണിക്ക് നിങ്ങൾ സംസാരിക്കാം. അപ്പൊ എന്റെ വിചാരം നിങ്ങൾ ഉറക്കത്തിലെ വർത്താനം പറയുന്നതല്ല, ഇരുന്ന് സംസാരമായിരുന്നു. പണ്ടത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരു ഭയങ്കര മനസ്സില് തട്ടുന്ന ഒരു ഓർമ്മകളാണല്ലോ. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെറുപ്പകാലം എന്ന് പറയുന്നത്. ഇപ്പോഴും അമ്മമ്മ ആ വീടൊക്കെ വിറ്റു കേട്ടോ. പക്ഷെ എന്നാലും ഞങ്ങൾ ഇപ്പോഴും പാലക്കാടൊക്കെ പോകുമ്പോ ആ വീടിന്റെ വഴികളിലൂടെ ഒന്ന് പറയുന്നേട്ടാ, എനിക്ക് ആ വീടിന്റെ വഴിക്ക് പോകണം കേട്ടോ എന്ന് പറയാം. അപ്പൊ ഞങ്ങൾ പാലക്കാട് നല്ല ഓർമ്മകളാണ്. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. അതെ, അമ്മമ്മയുടെ വീടിന്റെ വഴി കൂടെ. അവിടെ ആ പഴയ വീടൊക്കെ പൊളിച്ച് വേറെ പുതിയ ആൾക്കാർ വാങ്ങിച്ചിട്ട് വലിയ വീടൊക്കെ വെച്ചു. എന്നാലും ആ വഴികളിലൂടെ ഒക്കെ ഒന്ന് പോവാൻ ഭയങ്കര ഇതാ. അപ്പൊ ഞാനിങ്ങനെ പോകുമ്പോ ഇനിയിപ്പോ എപ്പോ പോവും, തേങ്ങ വീഴോട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞിട്ടോ പ്രാവശ്യം പോയി, ഇനി എപ്പോ പോകുമ്പോഴേ എന്നെ കൊണ്ടുപോകണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പഴയ ഓർമ്മകൾ. മണ്ണാർക്കാട് പോലെ. അതെ, ഉണ്ണേട്ടൻ ചെറുപ്പത്ത് താമസിച്ചിരുന്ന മണ്ണാർക്കാടായിരുന്നു. 4-5 വയസ്സിൽ താമസിച്ചൊരു വീടുണ്ടായിരുന്നു. ഞങ്ങൾ വാടക താമസിച്ചിരുന്നത്. 4-5 വയസ്സിൽ താമസിച്ചൊരു വീടുണ്ടായിരുന്നില്ലേ, നമ്മളവിടെ പോയില്ലേ? അതെ, അവിടെ കഴിഞ്ഞ കൊല്ലം അല്ലെ, കഴിഞ്ഞ വർഷം ഒരു കല്യാണത്തിന് പോയതാണ്. ഒരു റിലേറ്റീവ്സിന്റെ കല്യാണം വിളിച്ചപ്പോ ഞങ്ങൾ പോയതാ. ഇവിടുന്ന് പോയി രാവിലെ തന്നെ പോയി. റിസപ്ഷനാ വിളിച്ചത്, പക്ഷെ ഞങ്ങൾ അവിടുന്ന് രാവിലെ പോയി. ഉണ്ണേട്ടൻ പഠിച്ച സ്കൂള്, താമസിച്ച 5 വയസ്സിൽ 39 വർഷമായി. അപ്പൊ ഉണ്ണേട്ടന്റെ ഒരു ഫ്രണ്ട് അന്നത്തെ കാലത്ത് ഇവര് രണ്ടുപേരും കൂടെ 5 വയസ്സായിരിക്കുന്ന സമയത്ത് വേലി എന്തോ തീയിട്ടിട്ട് കത്തിക്കുണ്ട്. അപ്പൂന്നാണ് പറയാ. അപ്പൊ അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ കുട്ടികൾക്ക് അത് കേട്ടപ്പോ ഭയങ്കര അപ്പുചേട്ടനെ കാണട്ടെ, എന്തായാലും നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ടല്ല അന്നാ ആ കുറുമ്പൊക്കെ ഒപ്പിച്ച്, എന്തായാലും അച്ഛന്റെ കൂട്ടുകാരെ കാണണം. അവര് വലിയ വാഴത്തോട്ടുണ്ട്. വാഴത്തോട്ടം ഞാനും അപ്പും കൂടിയിട്ട് 5 വയസ്സുള്ളൂ. എനിക്ക് 5ഉം അവന് 4 വയസ്സുള്ളൂ. ഞങ്ങള് ഇതൊക്കെ അടിച്ചു കയറിയിട്ട് പറഞ്ഞു, നീ ഒരു തീപ്പെട്ടി എടുത്തോണ്ട് പറഞ്ഞു. അവൻ വേഗം തീപ്പെട്ടിയൊക്കെ ഞങ്ങള് തീയിട്ടപ്പോ എന്താ ഈ വാഴത്തോട്ടം മുഴുവൻ കത്തി. എനിക്ക് പേടിയിട്ട് ഞാൻ വേഗം വീട്ടിൽ വന്നിരുന്നു. അപ്പൊ അതെപ്പോഴും ഉണ്ണേട്ടൻ പറയുന്നു. ഞങ്ങൾ അന്ന് പോയി. അവിടെ പോയപ്പോ പിന്നെ ആളുടെ കൂട്ടുകാരനെ അപ്പുചേട്ടനെ കാണാൻ പറ്റിയില്ല. പക്ഷെ കുട്ടികള് അപ്പുചേട്ടൻ എവിടെയെന്നൊക്കെ അവരോട് ചോദിച്ചു. എല്ലാവരും കണ്ട് വീട് തേടി പിടിച്ചു പോയി. കാരണം 5 വയസ്സുള്ളത് 39 വർഷം മുന്നുള്ള ഒരു ഓർമ്മയാണ്. ആ ഓർമ്മ വീണ്ടും അതൊരു പ്രത്യേക. നമ്മളെ ഈ പറഞ്ഞ പോലെ എവിടെയൊക്കെ പോയാലും എന്തൊക്കെ ചെയ്താലും നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിൽ
നമ്മള് ചെറുപ്പത്തില് താമസിച്ചോടത്തേക്ക് എപ്പോഴും പോവാനൊരു ഇതുണ്ടാവും. എനിക്ക് അങ്ങനെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് എപ്പോഴും ഇപ്പൊ ഇവിടെ വന്ന് നല്ല ഹാപ്പിയാണ്, ഒക്കെയാണ്. ചെറുപ്പത്തിൽ മണ്ണാർക്കാട് എന്താ മണ്ണാർക്കാട് ചോദിക്കാം. അപ്പൊ എന്റെ അച്ഛൻ സ്വർണ്ണപ്പണിയാണ്. അപ്പൊ സ്വർണ്ണപ്പണിയുടെ ഭാഗമായിട്ട് അവിടെ കുറച്ച് നാൾ താമസിച്ചു. അപ്പൊ ഞാനും അവിടെ 2 കൊല്ലം ഉണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ തന്നെ പോകുന്നു തൃശ്ശൂർക്ക്, ഇവിടെ വിയ്യൂർക്ക് തന്നെ വന്നു. അങ്ങനെ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ വെക്കേഷന്റെ ഓർമ്മകള്. അപ്പൊ ഇതിപ്പോ പറഞ്ഞു വന്നപ്പം അന്ന് ആ വെക്കേഷനൊക്കെ കഴിഞ്ഞ് 2 മാസം ഞങ്ങള് അവിടെ ഇരുന്ന്, അന്ന് എന്താ പറയാ നല്ല പലഹാരങ്ങൾ പോലും ഞങ്ങൾക്കൊന്നും കിട്ടാണ്ടാവില്ല. പക്ഷെ എന്നാലും ഉള്ളതാണെങ്കിലും എന്ത് കിട്ടിയാലും നമുക്ക് അധികം വലിയ ഇതിൽ എന്താ പറയാ കിട്ടണില്ല കേട്ടോ. വലിയ വായിച്ച് കഴിക്കും ചെറുതൊക്കെ. ചിലപ്പോ അമ്മമ്മ പണി കഴിഞ്ഞിട്ടൊക്കെ വരുമ്പോ ചിലപ്പോ ഇത്രയും കുട്ടികൾക്ക് കൂടിയിട്ട് ചിലപ്പോ 3 പഴംപൊരിയൊക്കെ വാങ്ങും. എന്നാലും അത് കട്ട് ചെയ്ത് എല്ലാവരും കൂടെ അപ്പൊ അതൊക്കെ വലിയ നല്ല നല്ല ഓർമ്മകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂള് തുറന്ന് വീട്ടിലെത്തുമ്പോഴാണ് അയ്യോ വീട്ടിലെത്തിക്കഴിഞ്ഞിട്ടുള്ള ഒരു 3-4 ദിവസം കടന്നു പോകാൻ ഭയങ്കര വിഷമം. ആ ഒരു അവസ്ഥയിൽ ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്നലെ അവര് പോയപ്പോഴേ അപ്പൊ ഞാൻ ഇന്നലെ ഉണ്ണാണ്ടിട്ട് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലേക്ക് എത്തുമ്പോ ഒരു വല്ലാത്തൊരു ഏകാന്തതയുണ്ട്. ആ ഒരു ഫീലാണ് ഇപ്പൊ തോന്നണെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ പറയായിരുന്നു ഉണ്ണേട്ടന്റെ അടുത്ത്. കൊറേ പറയണം നിങ്ങൾക്ക്. ഞങ്ങളുടെ വർത്താനം ഇഷ്ടപ്പെടുന്നുണ്ടോന്നൊന്നും അറിയില്ല. എന്തായാലും ഞങ്ങൾക്കൊരു എന്താ പറയാ കൊറേ പേര് പറഞ്ഞു. പിന്നെ കുറച്ചു പേര് ഹിന്ദിയിൽ വന്നിട്ട് പറയുന്നുണ്ട്, ഹിന്ദിയിൽ ചെയ്യൂ നിങ്ങള്, അവര് തമിഴ് ചെയ്യൂന്നൊക്കെ പറഞ്ഞു. തമിഴിൽ എനിക്ക് സംസാരിക്കാൻ അറിയാം, കേട്ടാ മനസ്സിലാവുകയും ചെയ്യും. പക്ഷെ ഹിന്ദിയും തമിഴിലും അതുപോലെ തെലുങ്കിലും ചെയ്യാൻ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ശരിക്കും കൂടുതലും കൂടുതൽ വരുന്നത് തമിഴ്നാടിന്ന്, അതുപോലെ ആന്ധ്ര, കർണാടക, അങ്ങനെ കന്നഡ പോലെ ഹിന്ദി, അവിടെ നിന്നൊക്കെയാണ് ഞങ്ങൾക്ക് കൂടുതലും വ്യൂസ് വരുന്നത്. അപ്പൊ അവിടുത്തെ ആൾക്കാർ കമന്റ് ചെയ്ത് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ലാംഗ്വേജ് മനസ്സിലാവില്ല, വീഡിയോ ഇഷ്ടമാണ്, അപ്പൊ നിങ്ങള് ഞങ്ങളെ ഹിന്ദിക്കാരെ അവരുടെ ഭാഷയിൽ ചെയ്യാൻ പറയും. ഞങ്ങൾക്കൊന്നും അറിയില്ല, മലയാളം. പിന്നെ തമിഴും കറക്റ്റ് ആയിട്ട് അറിയില്ല, കുറച്ചൊക്കെ മനസ്സിലാവുള്ളൂ. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. എനിക്ക് എന്റെ മേമമാരൊക്കെ ഇപ്പൊ കുറെ പേര് താമസിക്കുന്നത് തമിഴ്നാട്ടിലാണ്. പിന്നെ ഞാനൊരു കുറച്ച് നാള് തമിഴ്നാട്ടിൽ പോയി നിന്നിട്ട് ഒരു ജോലിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ പോയി നിന്നിട്ടുണ്ട്. അത് കാരണം കൊണ്ട് എനിക്ക് തമിഴ് കേട്ടാലും മനസ്സിലാവും, സംസാരിക്കാനും അറിയാം. തമിഴില് കുഴപ്പമില്ല, ബാക്കിയുള്ള ഭാഷകളിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇഷ്ടാവുണ്ടോന്നൊന്നും അറിയില്ല. എന്തായാലും ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നി, അപ്പൊ ഞങ്ങള് ചെയ്യണു. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. എന്തെങ്കിലും ഞങ്ങളോട് അതായത് ഇങ്ങനെ ചെയ്താൽ നല്ലതാണ്, എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. അപ്പൊ ഞങ്ങൾ അതിനനുസരിച്ചിട്ട് അത് തിരുത്തിയിട്ട് ശരിയാക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അതെ ഇനി ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊറേ പറയൂ കേട്ടോ. അവള് സംസാരിച്ചു തുടങ്ങിയ 5 മണി വരെ 6 മണി വരെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ തൽക്കാലം ഓരോരോ വ്ളോഗിലായിട്ട് വന്ന് ഓരോ കാര്യങ്ങളും പറയാം. അപ്പൊ തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതുവത്സരാശംസകൾ. ബൈ.